നമസ്കാരം. ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മൾ മുമ്പ് ഒരു കേബിൾ പുള്ളറിനെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല റിസൾട്ടായിരുന്നു കിട്ടിയിരുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഇറങ്ങിയ പുള്ളറിൽ ഒരു കുറച്ച് മെച്ചപ്പെട്ട പുള്ളർ. അപ്പോൾ അതുപോലെ തന്നെ അതിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു ഫൈബറിൽ, ഫുള്ള് ഫ്ലെക്സിബിൾ ഫൈബറിൽ ഒരു പുള്ളർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പുള്ളറിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ പുള്ളർ വരുന്നത്. കണ്ടാൽ നമുക്കൊരു വയറിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക, നമ്മൾ ആ പിരിയൻ വയറിൻ്റെ. പക്ഷേ ഇത് ശരിക്കും ഇതിൻ്റെ ബലമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബലത്തിലാണ് ഇത് വരുന്നത്. നമ്മൾ കണ്ടാൽ നമ്മളെ പഴയ വയർ, രണ്ട് പിരിച്ച വയറിൻ്റെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മളെ പുള്ളർ വരുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പുള്ളറാണ്. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആ 90-ലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ പുള്ളറിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ 90-ൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ പൊട്ടലോ അല്ലെങ്കിൽ വളച്ചലോ ഒന്നുമില്ല. അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബെൻഡിലൂടെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബെൻഡിൽ ഇത് കടക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു പരിചയപ്പെടുത്തിയ പുള്ളറായിരുന്നു ഇതിൻ്റെ തല. ഇത് നേരത്തെ നമ്മളൊരു പരിചയപ്പെടുത്തിയ പുള്ളറായിരുന്നു. അപ്പോൾ ഇതും ഇതിൻ്റെ ഈ ഫ്ലെക്സിബിൾ ഭാഗം വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വണ്ണുണ്ട്. അത് കുഴപ്പമില്ല, അതൊന്നും എല്ലാത്തും നമ്മളെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഈ എൻഡിൽ ഒരു കേസിങ് കിട്ടണം. അതായത് റൗണ്ടിൽ സ്റ്റീലിൻ്റെ ഒരു റൗണ്ടായിട്ട് ഒരു സ്ക്വയർ അല്ലാത്ത രീതിയിലുള്ള ഒരു കേസിങ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ആ കേസിങ്ങിനെ ഇതിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ബെൻഡിൽ ചെന്നിട്ട് ഈ പൈപ്പിൻ്റെ എൻഡിലാണ് ഇത് കുത്തുന്നത്. അപ്പോൾ ഈ എൻഡ് കുത്തുമ്പോൾ തള്ളിപ്പോകാനുള്ള ഒരു കർവ് ഷേപ്പ് ഈ സാധനത്തിന് ഇല്ല. പക്ഷേ ആ ഒരു കർവ് ഷേപ്പിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു കേസ്, ഒരു സ്റ്റീലിൻ്റെ ഒരു കേസ് നമ്മൾ ഇതിലേക്ക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് 2ഉം 3ഉം ബെൻഡൊക്കെ ഈസി ആയിട്ട് കയറിപ്പോവും. 2 ബെൻഡ് എന്തായാലും ഇതിൽ കയറുന്നത് ഉറപ്പാണ്. നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 ബെൻഡ് ഇതിലേക്ക് കയറിപ്പോവും. ഒരു ബെൻഡ് നമ്മൾ കയറ്റി. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട്, ഇത് ഒരു ഉറപ്പില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാനൊരു പരിമിതി ഉണ്ട്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പോൾ രണ്ടാമത്തെ ബെൻഡ് പോയി കഴിഞ്ഞാൽ ഈ കുത്തൽ ഒഴിവാക്കണമെങ്കിൽ, ഇപ്പോൾ ഈ അടി അവിടെ ചെന്നിട്ട് ജാമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് ഇനി പോകുന്നെങ്കിൽ നമ്മൾ ഇതുണ്ടോ, 2-3-4 അടി അടിച്ചപ്പോഴാണ് മൂന്നാമത്തെ ബെൻഡിലേക്ക് പോയത്. ഇനി മൂന്നാമത്തെ ബെൻഡിൽ നമുക്ക് ഇതേ അടി മൂന്നാമത്തെ ബെൻഡിലും അടിക്കേണ്ടി വരും. മൂന്നാമത്തെ ബെൻഡും കടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലാസ്റ്റ് ഒരു ബെൻഡുണ്ട്. ഇത് ചുമരിലുള്ള മാതിരിയല്ല, നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കയറാൻ ഇതിലേക്ക് കയറി അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ തള്ളിയിട്ട് പുറത്ത് എത്തിക്കാന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ 3 ബെൻഡ്, 1, 2, 3, 4 ബെൻഡ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഈ കവർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്രയൊന്നും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. എങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ ഇവിടെ ഈ ഭാഗത്ത് ഒരു കവറിങ് കൊടുക്കുക, ഒരു കേസ്.
അതായത് ആ കർവ് ഷേപ്പുള്ള ഒരു ഉരുണ്ട കവറിങ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രെങ്ത്തും സ്ട്രോങ്ങും നമ്മൾ ഈ കേബിൾ തന്നെയാണ്. അപ്പോൾ ഇത് മുമ്പ് റെൻപോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഫ്രാൻസിൽ ഇത് ഈ കേബിൾ ഉണ്ട്, പുള്ളർ. റെൻപോ എന്നാണ് ആ കമ്പനീൻ്റെ പേര്. അപ്പോൾ ഫ്രാൻസിൽ ഇത് 98 വേൾഡ് കപ്പിൽ റെൻപോ പുള്ളർ ലോഞ്ച് ചെയ്തതും അത് അവരാണ് അന്നത്തെ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർമാരായിരുന്നത്. അത് ശരിക്കും നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാം. റെൻപോ പുള്ളറിന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കേബിൾ പുള്ളറിൻ്റെ മേലെ ടൈറ്റിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും 98-ലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് എന്ന് തന്നെ പറയാം. അത് ഒരു പക്ഷേ അതിൻ്റെ കോപ്പി ആയിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഈ 4 ബെൻഡിലൂടെ ഇത് ഇട്ടപ്പോൾ ഈ ഒരു ഫീലിങ് അത് എന്തായാലും ചുമരിൽ കൂടെ പോകുമ്പോൾ എന്തായാലും ഇതിൻ്റെ നേർപകുതി ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതാണ് പുള്ളർ. അപ്പോൾ കാഴ്ചയിൽ നമുക്ക് ഒരു വയറിൻ്റെ ഫീലിംഗ് വരുമെങ്കിലും നേരത്തെ നമ്മൾ എടുത്ത പുള്ളറിൻ്റെ ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി അത് എങ്ങനെ വേണം പറയാൻ. 10 മീറ്ററാണ് ഇപ്പോൾ ഓൾറെഡി ഇത് സ്റ്റോക്ക് ഉള്ളത്. 400 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഷോപ്പിൻ്റെ നമ്പറും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വയനാട്ടിൽ SJ ടൂൾസ് എന്ന് പറഞ്ഞ ഷോപ്പാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. അവർ പുറത്തുനിന്ന് ഇത് എത്തിച്ചിട്ടാണ് നമുക്കിത് സപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഡെമോൻ്റെ ഭാഗമായിട്ട് ഇതൊന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ഇതിപ്പോൾ നമുക്ക് ഓരോന്ന് ഇറങ്ങുമ്പോഴും ഓരോന്ന് ക്വാളിറ്റി കൂടി വരികയാണല്ലോ. അപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്, അതായത് നമുക്ക് മറ്റേ റെസ്റ്റ് പിടിക്കൂല. മറ്റേത് നമ്മൾ നേരത്തെ കാണിച്ച പുള്ളറാണെങ്കിൽ GI പുള്ളറായിരുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യം വലിക്കാനൊന്നും കുഴപ്പമില്ലാത്ത കർട്ടൻ സ്പ്രിങ്ങും ആ പട്ടയെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു റിലീഫ് കിട്ടിയിരുന്നു. പക്ഷെ അതിന് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഈ സാധനത്തിന് ഉറപ്പ് കിട്ടുമെന്ന് നമുക്ക് ഇതിൽ ഉറപ്പ് പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് കാഴ്ചയിൽ നമുക്ക് ഒരു പുള്ളറിൻ്റെ ഇതൊന്നും തോന്നിപ്പിക്കില്ല. പക്ഷേ റെൻപോ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളർ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ ചിലപ്പോൾ കാണാൻ കഴിയും. ആമസോണിലും നമുക്കിത് ഡെലിവറി ഇല്ല. നിങ്ങൾക്ക് അടിച്ച് നോക്കിയാൽ കാണാം. ഈ പുള്ളർ അടിച്ച് നോക്കിയാൽ ഇന്ത്യയിലേക്ക് ഡെലിവറി ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ മാക്സിമം ആവശ്യക്കാർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പർ SJ ടൂൾസിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ കൊറിയർ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റോ എങ്ങനെ വേണമെങ്കിലും അവർ അയച്ചു തരും. 10 മീറ്ററിന് 400 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഓക്കെ.